എനിക്കമ്മ നേരത്തെ അവക്ക് കൊടുത്തു മതി. എന്റെ മക്കളെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഉറങ്ങാൻ ചേച്ചി. എടി കാസറോളൊന്നും എടി ജലജി, എന്തോ അളിയൻ കുറെ നേരമായിട്ട് കലവറ നിൽപ്പുണ്ട്. അയാളെങ്ങനെ ചൊറിഞ്ഞാൽ അയാൾ മുളപൊടി ഒരു കണ്ണിലെറി. നീ പോയി അളിയനെ വിളിച്ചോണ്ട് വന്നേ. എന്റെ ഈശ്വരൻ അങ്ങനത്തെ ഒരു കാര്യം. നിങ്ങളെല്ലാരും ഇവിടെ കഥ പറഞ്ഞോണ്ട് വന്നു കേട്ടാ. പണിയോട് വാ പോ. ചേട്ടാ ബ്രെഡും ചിക്കനും എടുത്തു വെച്ചിട്ടുണ്ട്. ആ 9:45 ആ 2 മിനിറ്റ് കൂടെ ഉള്ളു. അവിടെ എത്തുമ്പോഴത്തേക്കിനാവും. ചേട്ടൻ വാ. കുരുമുളകൊക്കെ ഇട്ട് വെച്ച നല്ല കറിയാ. അയ്യോ എടി സൂര്യേ, ഞാനിവിടെ വെച്ചിരുന്ന ബ്രെഡും ചിക്കനും നീ കണ്ടോടി? ഇല്ലല്ലേ ചേച്ചി. ചേച്ചി ഇതെവിടെ വെച്ചേ? എടി ഞാനത് അവിടെ ആടി വെച്ചത്. അയ്യോ എന്റെ ദൈവമേ, ഇനി അങ്ങാരോ ഒന്ന് ചോദിക്കുമ്പോ ഞാൻ എന്റെ ബ്രെഡും ചിക്കനും क्या? मुझे ऐसा लग रहा कि तू गैर कानूनी तरीके से सीमा पार कर भारत पर आई हुई पाकिस्तानी आतंकवादी है। मेरा ब्रेड और चिकन की कसम, एक बॉम्ब होता है तो जिसी तरीके से पाकिस्तान का सीमा को तोड़ता, उसी तरीके से ये घर को और तुझे भी तोड़ता था। देशद्रोही। എന്റെ പൊന്നളിയ, ഒരു ചിക്കന്റെയും ബ്രെഡിന്റെയും കാര്യത്തിൽ ഇത്രയൊക്കെ ഹിന്ദി പറയേണ്ട വല്ല കാര്യമുണ്ടോ? കൊച്ചു പിള്ളേരെ പോലെ ഞങ്ങൾക്ക് ആർക്കും ഒരു തേങ്ങയും മനസ്സിലാവണം. चुप रहो। कौन आड़ा निंदा पिल्लारे? मैं देश का रक्षक കേണൽ ശൈലപ്പ हूं। കഞ്ഞിയപ്പുകാരോട് സംസാരിക്കരുത്, എന്നോട് സംസാരിക്കരുത്. ഉള്ളു का पाटा है कर्नल साहब। समाधान समाधान। आपका दर्द मैं समझ सकता हूं, पर आप जैसा एक बड़ा मिलिट्री ऑफिसर ऐसे बातचीत नहीं करना चाहिए। ഈ കല്യാണ വീട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരനെ കാണുന്നത്. आइए हम बात करेंगे, आइए അയ്യ വേണ്ടേ, आओ। നീ വേണ്ട. കിരൺ ഭയ്യ, മിലിറ്ററി ജീവിതം എനിക്ക് സമ്മാനിച്ചത് 2 ഡിസിപ്ലിനാണ്. 1 ബ്രെഡും ചിക്കനും, അതിപ്പോ ഇന്നങ്ങ്. 2 കക്കൂസി പോവാൻ 2 സിഗരറ്റ്. ഇക്കണക്കിന് അതും ഇങ്ങനെ 3. അത് ഞാൻ റെഡിയാക്കി തരാം, എന്നെ വിശ്വസിക്കാം. ഞാനിവിടെ എൻ്റെ ഫിയാൻസിയുടെ ഒപ്പം കല്യാണം കൂടെ വന്നാണ്. എനിക്കങ്ങനെ ആരോടൊന്നും പരിചയമൊന്നുമില്ല. ഇപ്പോഴാണ് എനിക്ക് പറ്റിയൊരു നല്ല സുഹൃത്തിനെ കിട്ടിയത്. അപ്പൊ സാബിന് നടിക്കും നമുക്ക് ലാഭമാണ്. ധന്യവാദ്. ഭാരത് മാതാ കി ജയ്. എടിയുടെ കള്ളുകൂടിയും ചീട്ടുകളൊക്കെ ആയിരിക്കും. നീ അഞ്ചനും കൂട്ടി അമ്മാൻ്റെ കൂട്ടി പോയി കിടക്കും. കൂട്ടുകാരി കൊച്ചിനെ വിളിച്ചോ? ആ അത് നന്നായി. അഞ്ജനയുടെ മുറിയിലെ ബാത്റൂമും കേടാ. ജയേട്ടനെ ഞാൻ ആ തെക്കേ മുറി വിരിച്ചിട്ടുണ്ട്. നാളത്തേക്കുള്ള ഡ്രസ്സ് അവിടെ വെച്ചേക്കാട്ടോ. ആ പിന്നെ അമ്മായി പുരുഷമാമന്റെ ഡ്രസ്സും അവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് പറഞ്ഞേക്കണേ. കുഞ്ഞപ്പൻ ഈ സാധനം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഫോറിൻ. എനിക്ക് സത്യത്തിൽ ഈ ഓണം ജാതി കല്യാണത്തിന് വേണ്ട ഒരു താല്പര്യമില്ലായിരുന്നു. എന്റെ പെണ്ണുപിള്ളയുടെ നിർബന്ധം കൊണ്ടോ എനിക്ക് ജയനുണ്ടല്ലോ, അവനെ കണ്ട ഒറ്റ ചവിട്ട് കൊടുക്കാൻ തോന്നും. പക്ഷെ നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ ഹാപ്പിയായി. കല്യാണ പെണ്ണിന്റെ കൊച്ചനായ എനിക്ക് തരുന്ന മര്യാദ നിങ്ങൾക്ക് അറിയാലോ. വീട്ടിൽ ഒരുപാട് പരിപാടി മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ചീട്ട് കളിച്ചിരിക്കണേ. സത്യത്തിൽ ഈ സാധനം കണ്ടപ്പോഴാണ്, അല്ല ചേട്ടനെ കണ്ടപ്പോഴാണ് എനിക്ക് സന്തോഷം. എന്നാ നമുക്ക് ഫേസ്ബുക്കിൽ ലൈവ് പോയാലോ? സാറെ കുഞ്ഞപ്പനെ കൈ കഴിക്കുന്നു. അയ്യോ അതെ, ഞാൻ എവിടെ പോയാലും കുഞ്ഞപ്പ കൂടെ വരും. എന്റെ മെയിൻ കൈക്കാരനാണേ. എനിക്ക് ഗതിയില്ലാത്ത പാവങ്ങൾക്ക് പിച്ച കൊടുക്കുന്ന വലിയൊരു ആശ്വാസമാണ്. കുഞ്ഞപ്പൻ കഴിക്കേ, വില കൂടിയതാ, കുറച്ചെടുത്താൽ മതി. അയ്യോ അത് വേണ്ട സാറേ. സാറിനൊക്കെ ഒഴിച്ചു വെച്ച സാധനം ഞാനെടുത്ത് കുടിക്കാന്ന് വെച്ചാ അതിന് കുഞ്ഞപ്പനായിട്ടില്ല. ഓ എന്നാ വിനയോ. അതെ അതെ, മൊത്തം കയറ്റ വന്നു. സൂക്ഷിച്ച് പിടിച്ചോണം. കൊച്ചമ്പ കുഞ്ഞപ്പൻ ലുക്കും ഇല്ല, റിച്ചർസും ഇല്ല, ലൈക്ക് കുറയും. ആ കല്യാണ പെണ്ണിന്റെ കൊച്ചച്ഛൻ കല്യാണ വീട്ടിൽ നിന്ന് സുഗതൻ. പറഞ്ഞു. കൊച്ചനാണെന്നുള്ള പേരേ ഉള്ളൂ. ചേട്ടനെ പോലെ കല്യാണമാണ്. ഇതുവരെ വീട്ടിൽ നിന്ന് ഒരു തുള്ളി കട്ടൻ ചാവന കിട്ടിയിട്ടില്ല. ഇതുപോലെ കൂതറ കല്യാണം കുഞ്ഞപ്പ
എന്റെ കോണിയാക്ക് എടാ, എത്ര രൂപ പോയിട്ട് സാധനം ഈ പിശാച് അടിച്ചു നിർത്തുന്നറിയാവോ? എന്റെ അമ്മയുടെ ഒരു ഫോറിൻ ആരാണ് ഇവിടെ ഗതിയില്ലാത്തത്? എടാ നീ എന്നെ ഫേസ്ബുക്കിൽ കയറ്റി വിട്ടോടാ. എടാ ദുബായ് പട്ടി ചെറ്റ തെണ്ടിക്കുണ്ടായ പന്ന കളന്റെ മോനെ കുഞ്ഞപ്പാ എന്നതാണോ അത്? പട്ടി സൂത ആരാണ് നിന്റെ കൈക്കാരൻ? രണ്ടിനെയും കുത്തി കൊറയാൻ പുറത്തെടുക്കും അവൻ ചെയ്തു ദുബായ്. ചേട്ടന്റെ കള്ളും മേടിച്ച് കുടിച്ചോണ്ട് ചേട്ടനെ തെറി വിളിച്ചില്ലേ അവൻ? കാണിച്ചു കൊടുക്കാൻ ഞാൻ വന്നേ. സാധനം വിളിച്ചിട്ടുണ്ടോ നീ? ഇനി ഉണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് അടിച്ചോളാം. ഞാൻ പ്രശ്നക്കാരല്ല. ഹലോ, അഞ്ജനയുടെ അമ്മയല്ലേ? ആ അതെ, അഞ്ജുടെ അമ്മ ആരാ? അഞ്ജനെ കെട്ടാൻ പോകുന്ന സന്ദീപില്ലേ, അവന്റെ കാമുകയാ. അവൻ എന്നെ ചതിച്ചിട്ട് ഈ കല്യാണം കഴിക്കുന്ന എനിക്കൊന്ന് കാണണം. നടത്തത്തില്ല ഞാൻ. ഹലോ ഹലോ, എടി സൂര്യ, എന്താ ചേച്ചി? ഏതോ ഒരു പെണ്ണ് എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് സന്ദീപിന് ഏതോ പ്രേമുണ്ടെന്ന്, ഈ കല്യാണം നടത്തൂലെന്നൊക്കെ പറയുന്നുണ്ട്. കല്യാണം നടത്തില്ലെന്നോ? ആര്? ദേ കണ്ടില്ലേ, ഇതേതോ പിള്ളേര് പറ്റിക്കാൻ ചെയ്ത പണിയാ. എടി ജയനോടൊന്ന് പറയണ്ടേ? നല്ല കാര്യായി. ജേട്ടൻ അതിലും വലിയ ഇതായിട്ട് നടക്കുക. ഏതോ പിള്ളേര് തമാശ കാണിച്ചതിന് ചേച്ചി പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി. വാ. സുരച്ചേട്ടന്റെ സദ്യയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ആണോ? സദ്യക്ക് പേരുണ്ടായിട്ട് എന്താ കാര്യം? ആരെങ്കിലും വിളിക്കണ്ടേ? ഇതന്നെ എങ്ങനെയോ വന്ന് പെട്ടതാ. ആള് മാറി വിളിച്ചതാണോ എനിക്ക് സംശയമുണ്ട്. സുര ഒറ്റയ്ക്കുള്ളോ? ഇതെന്താ ഇവന്മാർ കിടന്നുറങ്ങണേ? പാവങ്ങളല്ലേ, ഉറങ്ങിക്കോട്ടെ. ഇതൊരു ശല്യമല്ല, സഹായ. ഒരു കട്ടെടുക്കട്ടെ? വേണ്ട വേണ്ട. അല്ല കിടക്കുന്നില്ലേ? റെജിയോട് പറഞ്ഞിട്ട് അവൻ്റെ വീട്ടിൽ വേണമെങ്കിൽ. അത് കുഴപ്പമില്ല, ഞാൻ അവിടെ കൂടിക്കോളാം. ആ പിന്നെ ഇനി പായസം കൂടി ഇറക്കാമല്ലോ. നാളെ സദ്യ വിളമ്പിന് മുന്നേ ആദ്യത്തെ ഗ്ലാസ് പായസം ജയൻ തന്നെ കുടിക്കണം. അങ്ങനെ എനിക്ക് അടുത്തവർക്ക് പെട്ടെന്ന് കിട്ടും. അത് ഞങ്ങളൊരു വിശ്വാസമാണ്. നാളെ അല്ലേ? ആ അവൻ്റെ മറ്റടുത്ത വിശ്വാസം. സൂക്ഷിച്ച് കളിച്ചോണം, ഇനി കൈ വന്നോളും. ഇത് കഷ്ടം. മുടിയാനായിട്ട് കട്ടനായിരുന്നു. തേറ്റ് തെറിപ്പിച്ച് തേണ്ടി. ചീട്ടൊക്കെ ചീഞ്ഞ് ഈ കൈ അടിക്കും. തീർന്നു. മോനൊരു 10 രൂപ തന്നെ. ഒരു പ്രാവശ്യം ചേട്ടാ ഇനി കാശ് തരാൻ പറ്റട്ടെ? കാശില്ലെങ്കിൽ എനിക്ക് വീട്ടിൽ പോകും. വെറുതെ മനുഷ്യൻ
മുഴുവൻ കളിച്ച് കളഞ്ഞല്ലോ ഞാൻ കുറച്ചുകൂടെ ചേർന്ന് നിൽക്കാം പന്നെ കുറെ നേരമായാലും മേത്തോട്ട് കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് എന്നാ മണി കയറി ബാക്കിയുള്ള കയ്യിലെ കാശ് തീർത്ത് പറക്കത്തില്ലാത്തവൻ ആരാടാ സുഖായത്? ഞാൻ ദുബായ് കുറെ നേരമല്ലോ തുടങ്ങിയിട്ട്. പോയിക്കിടന്ന് ഉറങ്ങണ എടോ ചീട്ടിടാ. എടാ കാശ് പോയി വീട്ടിൽ പോയി കിടന്നുറങ്ങാ. എനിക്ക് അഞ്ചുനെ കിടന്നേ നല്ല ആഗ്രഹം ഉണ്ടാകുന്നതാ. ആണോ? എന്നാ വിഷമത്തിൽ ഞാൻ ഇവിടെ മുകളിൽ വെക്കട്ടെ. അതെങ്കിലും നടക്കട്ടെ. കുഞ്ഞപ്പനാ സൂതിനെ കണ്ട? സൂതിന്റെ കൈക്കാരനാ. ഒരു 10 രൂപ വണ്ടിക്കൂലി വീട്ടിൽ പോയിച്ച് വരാനാ. ഇല്ല ഒന്നുമില്ല. പോടോ. കുഴപ്പമില്ല, കുഞ്ഞപ്പൻ പോയിച്ച് തരാം കേട്ടാ. ഇന്നലെ ഒടുക്കലത്തെ ഒരു ചിക്കൻ കറിയും ബ്രെഡും കഴിക്കുകയും ചെയ്ത്. പിന്നെ പൂട്ടിയുടെ ഇതിനകത്ത് തന്നെ ശ്രീധരൻ കൊടുക്കാനുള്ള സ്വർണ്ണവും കൊണ്ടോ വെച്ചേക്കോന്നു. ആർക്കറിയാം, ചിലപ്പോ അതും കാണും. അങ്ങനത്തെ ആളുകളാ. ബുർജ് ഖലീഫ പോലെ 24 hours ഓപ്പണാ, നോൺ സ്റ്റോപ്പ്. അപ്പൊ ഈ മറ്റവനാണ് ഇത് പൂട്ടിയിട്ടത്. ഇതൊരിക്കലും പൊറുക്കാൻ പറ്റൂല. ഇന്ത്യൻ മിലിറ്ററിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണിത്. ആണെന്നേ. അവനല്ലേ ആ സുഗതൻ, അവനായിരിക്കും ഇതിന്റെ ആള്. ഇന്നലെ രാത്രി അവൻ എന്നോട് പറഞ്ഞ ഈ കല്യാണം അലമ്പാക്കുമെന്ന്. തൂറാൻ പറ്റിയില്ല, തീർന്നില്ലേ? അവന് സഹദേവനെ അറിയാൻ വയ്യാത്തോണ്ടാ. ഇവിടെ ഉണ്ട്. ഒന്നും അറിയാത്ത പോലെ അവനേക്ക് ആക്ടിങ് കള്ളനാ. സഹദേവനാണ് കളി. ചേട്ടാ ചേട്ടാ സലി ഉണ്ടോ? എടാ സലി, കിരൺ ചേട്ടനല്ലേ അഭിലാഷ് പറഞ്ഞ ചേട്ടൻ? എന്താ സംഭവം? അവൻ കുറച്ച് എന്തൊക്കെയോ പറഞ്ഞ് സംഭവം എനിക്ക് അത്ര ക്ലിയർ ആയില്ല. ഞാൻ പറയാം. ഈ മാസം 18-ാം തീയതി നിങ്ങൾക്ക് തവണക്കടയിൽ ഒരു പരിപാടിയില്ലേ? ആ കല്യാണം ഒന്ന് മുടക്കണം. പെണ്ണ് ചേട്ടൻ്റെ. പിന്നെന്തിനു ചേട്ടാ കല്യാണ ദിവസം വരെ നോക്കണേ? നേരത്തെ വിളിച്ചോണ്ടാ നമ്മള് കൂടെ നിക്കാം. അവളങ്ങനെ ഇറങ്ങി വരില്ല. പിന്നെ കല്യാണം കഴിക്കാൻ പറ്റിയൊരു സിറ്റുവേഷനിൽ എനിക്കിപ്പോ വിട്ടുകൊടുക്കാൻ വയ്യടോ. ചേട്ടൻ പേടിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അഭിലാഷ് നമുക്ക് ഉപയോഗമുള്ള ആളാണ്, അതുകൊണ്ടാണ് ഈ റിസ്ക് എടുക്കണത്. കൂടെ നിക്കാം, അത്രേ പറ്റുള്ളൂ കേട്ടാ. അത് മതിയോ? ആ ഹലോ അഞ്ജു, ഞങ്ങൾ വന്നോണ്ടിരിക്കുക. നീ ധൈര്യമായിട്ടിരുന്നു. ഞാനിപ്പോൾ ഒരു കാര്യം പറയാം, നീ അതുപോലെ തന്നെ ചെയ്യണം. പറ്റുമെങ്കിൽ ഒന്ന് സെൻറ്റി അടിച്ചോ. അഞ്ജു ചേച്ചി, അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന ആ പയ്യനില്ലേ, അവനെ വീട്ടുകാർ ഗൾഫിലേക്ക് അങ്ങോട്ടുണ്ട് പറഞ്ഞു വിട്ട്. സമാധാനമായി. എടാ, അവര് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവര് ചോദിച്ചാൽ ഞാൻ ടീനിനെ കെട്ടാൻ പോണ ആളെന്ന് പറഞ്ഞു. കല്യാണ വീട്ടിൽ സുന്ദരക്കുട്ടിയെ കണ്ടുകിട്ടി. എടിയാ പുരുഷനങ്ങളില്ലേ, അങ്ങനെ ഇവിടുന്ന് ഫേസ്ബുക്കിൽ ലൈവ് പോകുന്നുണ്ട്. നീ അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട്
അഞ്ജന അടുത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫൈൽ കിട്ടും. ചേട്ടാ ഈ ടച്ചിങ് സ്റ്റൈൻ്റെ ബേഗ് വെച്ചിരിക്കുന്ന ചിക്കൻ എടുക്കണം. അത് വെറും ചിക്കനല്ല, ചിക്കനോട് SB ടാബ്ലറ്റും കുറച്ച് മസാലയും കൂടി ചേർത്തിട്ടുള്ള ഐറ്റം. പണി കൊടുക്കാൻ പറ്റുന്നവർക്ക് ഒക്കെ പണി കൊടുക്കാം. നാളെ നിലം തൊടാതെ ഓടിക്കോട്ടെ എല്ലാം കൂടി. ഇല്ലെന്ന് എടാ റജി എടുത്തൊന്ന് ചോദിക്കടാ, എനിക്കല്ലെന്ന് പറയണം. നിനക്കാന്ന് വെച്ചാൽ നടക്കും. നീ വെക്ക്. തലയ്ക്ക് വെളിവും കാലിന് ഉറപ്പില്ലാതാന്നവരടിക്കണം. അതുപോലുള്ള ആൾക്കാരെ കമ്പനി കിട്ടണം. കാലിനുറപ്പില്ല, ഇനി തലയ്ക്ക് വെളിവും കൂടെ പോണം. ഇതാ പൊടി തന്നെയാണോ? കുറച്ചുകൂടെ കൂടിയത്. ഇത് കുറച്ച് ബാക്കിയുണ്ട്. മിലിറ്ററിയാ വേണമെങ്കിൽ 5 മാവന് കൊടുക്കാം. ഇത് 2 കൂടുതലോ? പുള്ളി അടിച്ചോട്ടെ. 2 കക്കൂസി പോവാൻ 2 സിഗരറ്റ്. നാളെ രാവിലത്തേക്ക് 2 കഞ്ചാവ് വറുത്ത് സിഗരറ്റ് ഒപ്പിക്കണം. അത് ഞാൻ ഇടയ്ക്ക് തരാം. എന്നെ വിശ്വസിക്കാം. കേണല്ല ചുമ്മാ നാളെ പന്തലങ്ങ് പറപ്പിച്ചോടാം. അഞ്ജു, നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് പറ്റാത്തോണ്ടാ. ബി പോസിറ്റീവ്. ഒന്ന് ചിരിച്ച് സന്തോഷമൊക്കെ ആയിട്ടിരിക്കുക. ചേട്ടാ, 5 റൂമിലുണ്ട് കേട്ടോ. അവൾ പുറത്ത് ബാത്റൂമിൽ പോയിരിക്കായിരുന്നു. അവിടെ മുറിയിലുണ്ടല്ലോ ബാത്റൂം. അത് പിള്ളേരാരോ ഒരു കംപ്ലൈന്റ് ആയിരിക്കും. ഹലോ. സദ്യക്ക് പേരുണ്ടായിട്ട് എന്താ കാര്യം? ആരെങ്കിലും വിളിക്കണ്ടേ? സദ്യ പരിപാടി കിട്ടാനായിട്ട് ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു കലാകാരൻ പറഞ്ഞതാ. എന്താ ഐഡിയ? അതായത് നാളെ സദ്യ ഗണപതിക്ക് വെക്കണതിന് മുമ്പ് ഒരു ഗ്ലാസ് പായസം കല്യാണം നടത്തുന്ന ആള്, അതായത് കാർന്നൂര്, അയാളെ കൊണ്ട് കുടിപ്പിച്ചാൽ മതി. പിറ്റേ ആഴ്ച കല്യാണ പരിപാടി കിട്ടിയിരിക്കും, ഉറപ്പാ. ഓ ശരി. ഇവിടുത്തെ കല്യാണം നടന്ന മറ്റേ ജയൻചേട്ടൻ ഉണ്ടക്കണ്ണായിട്ടില്ലേ? അതെ, ഞാൻ 1 2 ക്ലാസ് കുടിപ്പിക്കാം. അതെ, പുള്ളി കൊണ്ട് വരുന്നു.